പലപ്പോഴും പല ആൾക്കാരും വളരെ പ്രൗഡായിട്ട് പറയുന്നൊരു കാര്യമാണ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാന്ന്. ആക്ച്വലി ഇൻട്രോവേർട്ട് ഒരു മോശമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഇൻട്രോവേർട്ടാ പറഞ്ഞിട്ട് ഉള്ള സെൽഫ് കോൺഫിഡൻസ് മൊത്തം കൊണ്ടുപോയി കളഞ്ഞ് സെൽഫിനെ തന്നെ നല്ല രീതിയിൽ ഡൗട്ട് അടിച്ചിട്ട് കോൺഫിഡൻസ് പറഞ്ഞ വക ഇല്ലാതിരിക്കുക, നോ പറഞ്ഞിടത്ത് നോ പറയാത്തൊരു സിറ്റുവേഷൻ വരിക, ഒന്നിനോടും ഒരു താല്പര്യം കാണിക്കാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുക. അത് സ്വന്തം സെൽഫിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഈ ഒരു ക്യാരക്ടറിന് പൂർണ്ണമായിട്ട് നമുക്ക് ആ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. ബിക്കോസ് ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആവാൻ തന്നെ റീസൺ മേ ബി അവരുടെ ചൈൽഡ്ഹുഡിൽ കിട്ടിയ പാരൻറ്റിങ് സ്റ്റൈൽ ആവാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ആവാം. ഈ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മക്കളാവുന്ന സമയത്ത് ഉയരങ്ങളിലേക്ക് കയറാനും അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇവരത് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് പാരൻസ് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് കുട്ടീനെ കണ്ട് പിടിച്ചു വെക്കും, അല്ലെങ്കിൽ കുട്ടീനെ എടുത്തു കൊണ്ടുപോകും. ആ കുട്ടിക്ക് കയറാൻ സമ്മതിക്കൂല, നിനക്ക് പറ്റൂല, അങ്ങനെ ചെയ്യാൻ പാടൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യും. വളരെ ചെറിയൊരു കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ സാധാരണ ഉള്ള കാര്യമില്ലേ, ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ ആവുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് റിപ്പീറ്റായി കേൾക്കുന്ന സമയത്ത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് സെറ്റായി കിടക്കും. അവർക്ക് പറ്റൂല എന്നുള്ള സാധനം അവർ സെറ്റാക്കി വെക്കും. അങ്ങനെ 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 ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങളിൽ വരെ ഇത് എഫക്റ്റ് ആവാൻ വളരെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവരെ അങ്ങോട്ട് ഒറ്റക്ക് വിടാതെ നിങ്ങളും അവരുടെ കൂടെ ഇരുന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് അവർക്കത് കയറാനും അവർക്കത് ചെയ്യാനൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, അതായത് എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് അവരെ സബ് കോൺഷ്യസ് മൈൻഡിൽ കെടുക്കും.